ഇന്ന് വൈകിട്ടുള്ളൊരു വീഡിയോ ആണ്. KFC ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലിരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ KFC. ആദ്യം തന്നെ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് ഫോർക്ക് കൊണ്ട് എല്ലാവിടെ ഒന്ന് കുത്തിയതിന് ശേഷം വെള്ളമൊക്കെ വാലാൻ വയ്ക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറുനാരങ്ങനീര് ഇതൊക്കെ എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു ബൗളിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈരെടുത്ത ബൗളിൽ തന്നെ ഒരു ബൗള് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെന്താ ചെറുനാരങ്ങ നീര്, വിനാഗിരി ഇതൊക്കെ ഓരോ സ്പൂൺ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചിക്കൻ്റെ പീസുകളൊക്കെ അതിൽ മുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുക. അവൾ മൊബൈലിൽ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വെച്ചത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മൈദപ്പൊടി, കോൺഫ്ലവർ, ഉപ്പ്, പഞ്ചസാര, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒറിഗാനോ, മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പുതിന ഇലയാണ് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. പിന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കൻ പീസുകൾ എടുത്ത് ഓരോന്നെടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മുക്കിയിട്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കി വീണ്ടും ഈ പൊടിയിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് എല്ലാതും ഇതേപോലെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരുമിച്ചിട്ട് ചട്ടിയിലിട്ടിട്ട് നമുക്ക് കോരിയെടുത്താൽ നമ്മുടെ KFC റെഡിയാണ്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് വറക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പണി. എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും ഇഷ്ടപ്പെടും. വറക്കുമ്പോൾ തന്നെ KFCയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പീനട്ട് ബട്ടർ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പഴവും ഈത്തപ്പഴവും കുറച്ച് പീനട്ട് ബട്ടറും കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമൊന്നും ചേർക്കാത്ത നല്ല പീനട്ട് ബട്ടർ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് രാത്രി ഡിന്നറിന് പീനട്ട് ബട്ടർ ഒരു ഗ്ലാസ്സും പിന്നെ ഒരു പീസ് ചിക്കൻ്റെ പീസും പിന്നെ കുറച്ച് സാലഡും കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.